കേരള രാഷ്ട്രീയത്തിൽ അധികാര തുടർച്ചയുടെ മൂന്നാം അധ്യായത്തിന് തയ്യാറെടുക്കുകയാണ് ഇടതുപക്ഷം. എന്നാൽ ആ വലിയ കുതിപ്പിന് തൊട്ടു മുമ്പേ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും ഉയരുന്ന പൊട്ടിത്തെറി CPM-ന്റെ ഉറക്കം കെടുത്തുന്നതാണ്. അമ്പലപ്പുഴയിൽ മുതിർന്ന നേതാവ് G. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ അത് വെറും ഒരു സീറ്റു തർക്കത്തിനോ പാർട്ടിയുടെ ആന്തരിക വൈരുദ്ധ്യങ്ങൾക്കൊപ്പം സംഘടനയുടെ കരുത്തിനു നേരെയുള്ള വലിയൊരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം തണുപ്പിക്കാൻ പാർട്ടി സംസ്ഥാനത്തോടനീളം നെട്ടോട്ടം ഓടുമ്പോഴാണ് 63 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു നേതാവ് പാർട്ടിക്കെതിരെ തന്നെ വാളെടുക്കുന്നത്. പയ്യന്നൂരിലെ V. കുഞ്ഞികൃഷ്ണനും പാലക്കാട്ടെ PK ശശിയും ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് പിന്നാലെയാണ് പാർട്ടി തട്ടകമായ ആലപ്പുഴയിൽ നിന്നും ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കടുത്ത അസ്വസ്ഥതയാണ് ഈ വാർത്ത ഉണ്ടാക്കുന്നതെന്ന് ഉറപ്പാണ്. G. സുധാകരൻ വിളിച്ചു ചേർത്ത ആ വാർത്താ സമ്മേളനം കേവലം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമായിരുന്നില്ല കേട്ടോ. 1 മണിക്കൂർ നീണ്ട സുധാകരന്റെ വാർത്താ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ CPM-നെതിരെയുള്ള കുറ്റപത്രം തന്നെയായിരുന്നു. തൻ്റെ പാർട്ടി ബന്ധത്തിന്റെ ആഴം അടിവരയിട്ടും ഇടപെടലുകളിലെ സുതാര്യത വിശദീകരിച്ചുമായിരുന്നു ആ പടിയിറക്കം പ്രഖ്യാപിച്ചത്. ബലത്തിൽ സുധാകരനെ പോലെ സംശുദ്ധ പ്രതിച്ഛായുള്ള ഒരാൾക്ക് രാഷ്ട്രീയമായി മറുപടി പറയുക എന്നത് CPM-നെ സംബന്ധിച്ച് പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതുവരെ നൽകിയ സ്ഥാനമാനങ്ങൾ എണ്ണിപ്പറഞ്ഞാകും ചിലപ്പോൾ CPM ഇതിന് പ്രതിരോധം ചേർക്കുക. അമ്പലപ്പുഴ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വെറുമൊരു മണ്ഡലമല്ല കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വൈകാരികമായി ബന്ധമുള്ളൊരു മണ്ണാണത്. 1967 VS അച്യുതാനന്ദൻ ഇവിടെ നിന്നും ജനവിധി തേടിയതു മുതൽ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ് അമ്പലപ്പുഴ. ഇവിടെയാണ് സുധാകരന്റെ ജനകീയത പാർട്ടിക്ക് ഭീഷണിയാകുന്നത്. പതിറ്റാണ്ടുകളായി സുധാകരനെ കണ്ടുവളർന്ന അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് തങ്ങളുടെ നേതാവിനെതിരെ പ്രചരണം നടത്തുക എന്നത് വലിയൊരു വൈകാരിക വിഷയം തന്നെയാണ്. പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ പോലും സുധാകരനൊപ്പം പറഞ്ഞാൽ അത് മണ്ഡലത്തിലെ കണക്കുകൂട്ടലുകളെ പാടെ തകിടം മറിക്കുമെന്ന് ഉറപ്പാണ്. CPM പ്രത്യയശാസ്ത്രപരമായ അച്ചടക്കത്തിനു പേരുകെട്ട പാർട്ടിയാണെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ മുതിർന്ന നേതാക്കൾ വഴി പിരിഞ്ഞപ്പോഴെല്ലാം അത് വലിയ രാഷ്ട്രീയ ആഘാതങ്ങളാണ് പാർട്ടിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. MV രാഘവൻ, KR ഗൗരിയമ്മ, TP ചന്ദ്രശേഖരൻ ഈ പേരുകൾ തന്നെ മതി CPM-ന്റെ പഴയ മുറിവുകളെ ഓർമ്മിപ്പിക്കുവാൻ. ഇത്തരമൊരു നീക്കം ആലപ്പുഴയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നതാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങളെ അലട്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാകും കേരള രാഷ്ട്രീയം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതും.